നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഡെറിവേഷൻസിന്റെ വീഡിയോ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറെ 2 ചാപ്റ്റേഴ്സ്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും റേ ഓപ്റ്റിക്സും. ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ഡെറിവേഷൻസ് ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യത്തെ 4 ചാപ്റ്റർ AC റേ ഓപ്റ്റിക്സ്. ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഏറ്റവും കൂടുതൽ മാർക്സ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്നും മാത്രം 48 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലെ സേ എക്സാമിനും ഒക്കെ എല്ലാ ബോർഡ് എക്സാമിനും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള 48 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്നും മാത്രം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഈ 6 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത് ഈ ഡെറിവേഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൽ പഠിക്കേണ്ട ഡെറിവേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ മിസ് ചോദിച്ചിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഞാനിപ്പോൾ ജസ്റ്റ് ഏതൊക്കെ ഡെറിവേഷൻസ് എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ വേണമെങ്കിൽ പറയാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആൻസേഴ്സും കൂടെ വേണം എന്നുള്ളത്. തീർച്ചയായിട്ടും ചെയ്യാം. അപ്പം അതിന് മുന്നേ ഞാൻ ചോദിച്ചു ഈ 2 ചാപ്റ്റേഴ്സിലും കൂടെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് എന്നും കൂടെ പറഞ്ഞതിന് ശേഷം എല്ലാ ചാപ്റ്ററിലും ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള ഡെറിവേഷൻസിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഒരു 1-2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. എല്ലാം ഒറ്റ പാർട്ടിൽ വരുമ്പോൾ വലിയ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കത് കാണാൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ മുറിച്ചായിട്ട് ചെയ്ത് തരും കേട്ടോ. എന്തായാലും അതിൻ്റെ ഡെറിവേഷൻസിൻ്റെ ആൻസേഴ്സ് തരും. ഓക്കെ, അപ്പം ഇനി അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മിസ് കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് നമ്മുടെ പ്ലേലിസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ന്യൂട്രി ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആ പ്ലേലിസ്റ്റിനകത്തുണ്ട്. അതിനകത്തുണ്ട് എല്ലാ ഡെറിവേഷൻസും, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ഡെറിവേഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താലും മതി. അതല്ല നിങ്ങൾക്ക് അതിന് ചെക്ക് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെറിവേഷൻസിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യും. പിന്നെ വേറൊരു ആവശ്യം വന്നിരിക്കുന്നത് എല്ലാ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ഏതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും അതൊക്കെ ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം ഏതാണ് ഫസ്റ്റ് നമുക്ക് AC-യിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എക്സ്പ്രഷൻ ഫോർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട്, ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. റെസിസ്റ്റൻസ് എന്താ നമുക്കറിയാം അല്ലേ, പക്ഷെ സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? XL = L ഒമേഗ. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. L എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്, സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അപ്പോൾ XL = L ഒമേഗ ഡിറൈവ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്രഷൻ. അപ്പോൾ ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ എങ്കിൽ നിങ്ങളോട് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഒമേഗയ്ക്ക് പകരം നമുക്ക് 2πf എന്നും കൊടുക്കാം കേട്ടോ. അപ്പോൾ L × 2πf എന്നും നമ്മൾ എഴുതാം. F എന്താണ്? ഫ്രീക്വൻസിയാണ്. അടുത്തത് എന്താണ്? നെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതിന്റെ ഇക്വേഷൻ X = 1/C ഒമേഗയാണ്. C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്, ഒമേഗ എന്ന് പറയുന്നത് വീണ്ടും ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഒമേഗയ്ക്ക് പകരം 2πf എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്തത് എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ LCR സർക്യൂട്ടിൽ വരുന്ന സർക്യൂട്ടിൽ L-ഉം C-യും R-ഉം കൂടെ വരുന്ന സർക്യൂട്ടിൽ വരുന്ന റെസിസ്റ്റൻസിനെയാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇംപിഡൻസിന്റെ ഇക്വേഷൻ എന്താണ്? XL - XC² + R² കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഡെറിവേഷനോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പ്രോബ്ലംസോ എന്തെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദ്യപേപ്പറിൽ ഉണ്ടാകും. അടുത്തത് ആവറേജ് പവർ ഇൻ സർക്യൂട്ട്സ്. ഇനിയിപ്പോൾ ആവറേജ് പവറിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ P = ERMS × IRMS × cos ∅ ഉണ്ട്. ഇത് ഓരോ സർക്യൂട്ടിലും എങ്ങനെയാണ് ഈ പവർ മാറുന്നത് അല്ലെങ്കിൽ പവറിന്റെ ഇക്വേഷൻ മാറുന്നത്? cos ∅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ എന്നാണ് പറയുന്നത്. ഓരോ സർക്യൂട്ടിനകത്ത് L സർക്യൂട്ടിൽ, C സർക്യൂട്ടിൽ, R സർക്യൂട്ടിൽ, LCR സർക്യൂട്ടിലൊക്കെ cos ∅ വാല്യൂ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ആവറേജ് പവറിൽ നിന്നും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, ഈ 4 ചോദ്യങ്ങളാണ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്ന് ചോദിക്കാറുള്ളത്. ചില പിന്നെ ബുക്കിനകത്ത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ് ട്രാൻസ്ഫോമറും നമ്മുടെ ജനറേറ്ററും ഒക്കെ AC ജനറേറ്ററും ഒക്കെ വരുന്നത്.
അപ്പം ചില ബുക്കിനകത്ത് EMIയുടെ കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ട്രാൻസ്ഫോമറും AC ജനറേറ്ററും അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് EMFന്റെ അത് നമ്മൾ EMIയുടെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ട്രാൻസ്ഫോമറും AC ജനറേറ്ററും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF E0 sin omega t എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, അതൊക്കെ EMIയുടെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത കൂട്ടത്തിൽ ചെയ്തിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്ന് മിസ് കണ്ടിരുന്നു EMIയുടെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ 1-2 പേര് പറഞ്ഞിട്ട് എല്ലാ ചാപ്റ്റേഴ്സിനും ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളത് ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് നമ്മുടെ റേ ഓപ്റ്റിക്സിലേക്ക് പോകാൻ. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് റേ ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സിനകത്തുള്ള ഡെറിവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡെറിവേഷൻസ് മാത്രം നോക്കുന്നുള്ളൂ കേട്ടോ, ക്വസ്റ്റ്യൻസ് അല്ല. മിറർ ഫോർമുല എന്ന് പറയും. മിറർ ഫോർമുല എന്താണ്? 1/v + 1/u = 1/f ആണ്. ചിലപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം, ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ 50% ചാൻസേ ഉള്ളൂ. എന്നാലും നമുക്കത് ഒഴിവാക്കാൻ വയ്യ. അതുകൊണ്ടാണ്. നെക്സ്റ്റ്, റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. n2/v - n1/u = n2 - n1/r എന്നുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡെറിവേഷൻ പഠിച്ചിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യുന്നത്. എന്തുവാണ്? 1/f = n - 1 × 1/r1 - 1/r2 എന്നുള്ള ഇക്വേഷൻ അല്ലേ. n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. f ഫോക്കൽ ലെങ്താണ്. r1 r2 എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഒരു സൈഡിലെ റേഡിയസ് ഓഫ് കർവേച്ചർ r1 ആണെങ്കിൽ മറ്റേ സൈഡിലുള്ളത് r2 ആയിരിക്കും. അതിന്റെ ഫോർമുല ഈ രണ്ടാമത്തെ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ലെൻസ് ഫോർമുല. 1/v - 1/u = 1/f എന്നുള്ള ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. അതിൽ തന്നെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അടുത്തത് പ്രിസം ഫോർമുല. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ മക്കളെ. പ്രിസം ഫോർമുല ഒരു വർഷത്തിലെ മോഡൽ സേ ബോർഡ് ഈ 3 ചോദ്യ പേപ്പറിൽ ഏതെങ്കിലും ഒരു ചോദ്യ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രിസം ഫോർമുല. n = sin a + d/2/sin a/2 എന്ന് പറയും. a എന്താണ്? ആംഗിൾ ഓഫ് ദ പ്രിസം. d is ആംഗിൾ ഓഫ് ഡീവിയേഷൻ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം കേട്ടോ. അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട് ഒരു 2-3 വർഷത്തിലൊക്കെ ഒരിക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ വളരെ എളുപ്പമുള്ള ഒരു ഡെറിവേഷൻ ആണ്. 1/F = 1/f1 + 1/f2. അതായത് 2 ലെൻസുകൾ ചേർത്ത് വെക്കുമ്പോൾ ഈ 2 ലെൻസിന്റെ കൂടെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് എന്താണ്? അതാണ് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്. അത് കഴിഞ്ഞ് 7ാമത് വരുന്നതാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനകത്ത് നിങ്ങൾ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് ഈ 3 റേ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമൺ മൈക്രോസ്കോപ്പ്, ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് ഇതിന് 3 റേ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കുക. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ കൂടെ പഠിക്കുക. ഡെറിവേഷൻ വേണ്ട, മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കുക. റേ ഡയഗ്രം ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ റേ ഡയഗ്രം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. നേരത്തെ ഉള്ള ചാപ്റ്ററിൽ 4, ഈ ചാപ്റ്ററിൽ 7, 4, 11 ഡെറിവേഷൻസ് ആണ് AC-യിൽ നിന്നും റേ ഓപ്റ്റിക്സിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. വീണ്ടും പറയാണ്, ഇതിൻ്റെ ക്ലാസ്സൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിനകത്തുണ്ട്. ഇനിയിപ്പം അത് നോക്കിയെടുക്കാൻ വയ്യാത്തവർക്കായിട്ട് തീർച്ചയായിട്ടും മിസ് വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡെറിവേഷൻസ് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സ്കൂൾ തുറക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നാളെ കുറച്ച് തിരക്കിലാണ് മിസ്. അപ്പം നാളെ വീഡിയോ ഉണ്ടാവില്ല. നമ്മളിനി അടുത്ത വീഡിയോ ട്യൂസ്ഡേ ആയിരിക്കും ഉണ്ടാവുക. ട്യൂസ്ഡേ നമുക്ക് ആദ്യം എല്ലാ ചാപ്റ്ററിനകത്തും വരുന്ന ഇമ്പോർട്ടൻറ്റ് ലോസ്, പ്രിൻസിപ്പിൾ അതൊക്കെ ഉണ്ടാവുമല്ലോ. 1-2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. നമുക്ക് അതിൻ്റെ വീഡിയോ ട്യൂസ്ഡേ ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.